CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവിടെ എത്തിയിട്ടുണ്ട്. ശ്രീനിവാസൻ അന്തിമോപചാരം അർപ്പിക്കാൻ മന്ത്രി പി പ്രസാദ്, ജോസഫ് പുതുശ്ശേരി, സത്യൻ അന്തിക്കാട്, PC തോമസ്, അങ്ങനെ പൊതുപ്രവർത്തകരും ദിലീപ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പൊതുപ്രവർത്തകരും ചലച്ചിത്ര പ്രേമികളും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു വലിയ സംഘം അവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നുണ്ട്. എല്ലാവർക്കും ശ്രീനിവാസനെ പറ്റി വ്യക്തിപരമായ ഓർമ്മകളുള്ളവരാണ്. ഈ നിൽക്കുന്ന ആ വലിയ കൂട്ടം ആളുകളൊക്കെ വ്യക്തിപരമായ ഓർമ്മകൾ ഉള്ളതാണ്. ഇനി വ്യക്തിപരമായ ഓർമ്മകളില്ലാതെ ശ്രീനിവാസനെ സിനിമകളിലൂടെ മാത്രം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ ശ്രീനിവാസനോട് വലിയ ആരാധന തോന്നിയ ശ്രീനിവാസൻ ആരാധകരെ നമ്മൾ ഇന്നലെ ടൗൺ ഹാളിൽ കണ്ടതാണ്. പലപ്പോഴും ശ്രീനിവാസനെ നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ ആഗ്രഹിച്ച ഒരു അക്കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചേതനയിട്ട ശരീരത്തിന് മുന്നിലാണ് അവർക്ക് വരാൻ പറ്റിയതെന്ന് സങ്കടപ്പെടുന്നവരെ നമ്മൾ കണ്ടു. അങ്ങനെയും ശ്രീനിവാസനോട് വലിയ തോതിൽ സ്നേഹവായ്പകൾ ഉള്ളവരാണ് മലയാളികളിൽ വലിയ വിഭാഗം. അദ്ദേഹത്തോട് വിയോജിപ്പ് ഏതെങ്കിലും തരത്തിൽ സിനിമകളോട് ഉണ്ടെങ്കിലും ഉള്ളവരും ആ വിയോജിപ്പ് നിലനിർത്തുന്ന അദ്ദേഹത്തോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹബഹുമാനങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ജനാധിപത്യവാദിയായിരുന്നു. അദ്ദേഹത്തിലെ രൂഢമൂലമായ ജനാധിപത്യ ബോധം സിനിമകളിലാകെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വേദികളിൽ സംസാരിക്കുന്നവർക്ക് ആ ജനാധിപത്യ ബോധം നേരിട്ട് അനുഭവിക്കാനും കഴിയുമായിരുന്നു. ഇപ്പോൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അവരുടെ അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളിൽ ഈ അച്ഛൻ ചെലുത്തിയ സ്വാധീനത്തെപ്പറ്റി പറയുമ്പോഴും അച്ഛൻ്റെ നിശ്ചിതമായ വിമർശനങ്ങളും അച്ഛൻ്റെ തിരുത്തലുകളും ഉപദേശങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇരുവരും, പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ എത്രത്തോളം ഗുണം ചെയ്തുവെന്ന് അദ്ദേഹം പലപ്പോഴും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അഭിമുഖങ്ങളിലും ഈ നർമ്മ സംഭാഷണങ്ങളിലുമൊക്കെ. അങ്ങനെ തിരുത്തലുകളിലൂടെയും ഒക്കെയാണ് ശ്രീനിവാസൻ മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത്. ശ്രീനിവാസൻ സ്വന്തമായി ഇടം കണ്ടെത്തിയ വഴിവെട്ടി വന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് മുന്നിൽ മറ്റു മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നാൽ കൊണ്ടുവന്നത് പുതിയ വഴികളിലൂടെ മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കരുത്തും ഊർജവുമായിരുന്നു. ആ ഊർജത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ പറയുന്ന ഒരു കാലത്ത് നമ്മൾ പറഞ്ഞ നവതരംഗ സിനിമകളൊക്കെ രൂപപ്പെട്ടത്. അത്തരമൊരു വാക്ക് നവതരംഗ സിനിമകൾ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിനൊക്കെ മുമ്പേ യഥാർത്ഥത്തിൽ മലയാളത്തിൽ നവതരംഗ സിനിമകൾ കൊണ്ടുവന്നതാണ്. സിനിമാറ്റിക് അല്ലാത്ത ജീവിതം, പച്ചയായ ജീവിതം പറയുന്ന വലിയ മാറ്റം കൊണ്ടുവന്ന സിനിമകൾ ആ തരത്തിൽ ശ്രീനിവാസൻ്റെ തന്നെ തൂലികകളിൽ നിന്ന് പിറന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളിൽ നിന്ന് പിറന്നിട്ടുണ്ട്. ആ ശ്രീനിവാസനാണ് നമ്മളുടെ കൂടെ ഇല്ല എന്ന് നമ്മൾക്കിനി വളരെ വിഷമത്തോടെ അംഗീകരിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് ഈ ആൾക്കൂട്ടം മുഴുവൻ ഇവിടെ കാത്തു നിൽക്കുന്നത്. ആ വീടിന് ഉമ്മറത്ത് തയ്യാറാക്കിയ ഒരു പ്രത്യേക ഒരു പീഠത്തിലേക്ക് അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരും. അവിടെ പിന്നീട് ഒരു പൊതുദർശനം ഉണ്ടാകും. കുറച്ച് ആളുകൾക്കെങ്കിലും അവിടെ അദ്ദേഹത്തെ ആ ഘട്ടത്തിൽ കാണാൻ കഴിയും. ആ വീടിന് മുൻവശം ഏതാണ്ട് ഇപ്പോൾ ജനസാഗരമായി ജനനിബിഡമായി കഴിഞ്ഞു. ആ പ്രധാന നിരത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുകയാണ്. ഒരു സ്ഥലത്ത് ചിത ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ മറ്റു ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. വീടിനകത്ത് ചില കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാലായിരിക്കും മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. സമയം 10 മണി കഴിയുന്നു. 10 മണി കഴിയുമ്പോഴും സംസ്കാര ചടങ്ങുകൾ കുറച്ചുകൂടി നീണ്ടുപോകുമെന്ന വിവരമാണ് നമുക്ക് വീടിനകത്ത് നിന്ന് ലഭിക്കുന്നത്. പക്ഷേ അത് വല്ലാതെ വൈകില്ല. ഇന്നലെ രാവിലെ ഏതാണ്ട് 8:45 മരിച്ചതാണ്. 24 മണിക്കൂർ പിന്നിട്ടു അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ കൂടെ. ഇനി ഉള്ളത് ഏതാനും ചില മിനിറ്റുകൾ മാത്രമാണ്. ഇതിനോടകം തന്നെ അദ്ദേഹത്തെ കാണാൻ എത്തുമെന്ന് അറിയിച്ചിരുന്ന ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് വൈകി എത്തിയത്. ഇരുവരും ഏതാണ്ട് രാവിലെ 9 മണിയോടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇരുവരും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. ചലച്ചിത്ര മേഖലയിൽ ഹരിഹരനും ഫാസിലുമാണ് ഇന്ന് വരും എന്നറിയിച്ചിരുന്നത്. രണ്ടുപേരും രാവിലെ തന്നെ എത്തി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട നടീനടന്മാർ ഈ എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഇന്നലെ വന്നു. ഇന്ന് പൃഥ്വിരാജും തമിഴ്നാടൻ സൂര്യയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ കാണാനായി ഈ കണ്ടനാടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.